ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ തുറക്കാത്ത അധ്യായമാണ് ഇവിടെ ചർച്ച കൊണ്ടുവന്നത്. പല ചർച്ചകൾ പല രീതിയിലേക്ക് വന്നു. പക്ഷേ അതിന് ഉത്തരവും ഞാൻ പറഞ്ഞു. അതിനകത്ത് കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടല്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാബാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാട് തന്നെയാണ്, ഉറച്ചാണ്. അതുകൊണ്ട് ആ അജണ്ട, അങ്ങനെ ഒരു അജണ്ട, ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് CPM ആണ്, ഇടതുപക്ഷമാണ്. അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അത് എവിടെ പറയുന്നതിന് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മളെപ്പോഴും ഒരു പോരാട്ടം നടത്തുമ്പോൾ എന്തിനാണ്? പോരാട്ടം നടത്തുന്ന ഭരണത്തിൽ ഇരിക്കാൻ തന്നെയാണ്. ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഭരണം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നെറ്റ് ടു നെറ്റ് ഫൈറ്റാണ്. എവിടെയാണ് 110 സീറ്റ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 80 സീറ്റിലായി. 58 സ്ഥലത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF ആണ്. അതിൽ 39 സ്ഥലത്ത് 10,000 വോട്ടിന് താഴെയാണ്. 39 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ താഴെയാണ്. 3 മണ്ഡലങ്ങൾ 1000 വോട്ടിന് താഴെയാണ്. ഇത് അങ്ങോട്ട് മറിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. ഇന്ന് ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDFിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാർ കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു, പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം 44 ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴും ആന്റി ഇൻകമൻസി സ്വാഭാവികമായി കുറച്ച് വരും. 47 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ജില്ലാ പഞ്ചായത്തില് കോട്ടയം ജില്ലയില് ഞങ്ങൾ 5 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണം, അത് ഇലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക, ഒരെണ്ണം 130 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അത് കാഞ്ഞിരപ്പള്ളിയോട് ഇരിക്കുന്നത്. അത് കൗണ്ട് ചെയ്ത് തെറ്റുണ്ടായിരുന്നു. അത് മാത്രമല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയുള്ള നിയമസഭാ മണ്ഡലത്തില് 3 എണ്ണമായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത്. എന്ന് പറഞ്ഞ കയറി ഇറങ്ങുന്ന ആ ബ്ലോക്കില് 3 ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. SIR-മായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും നമ്മൾ നടത്തി. SIR-മായി ബന്ധപ്പെട്ട് ഉള്ള വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ആ വോട്ടർമാരെ കയറ്റി ഇറക്കുകയും ചെയ്യുന്ന മാത്രമല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ ഏറ്റവും അവസാനം ലിസ്റ്റിലേക്ക് വാടക ചീട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ വന്ന് കയറും. അതിന്റെ ലിസ്റ്റ് വരുന്നത് 23-ാം തീയതി ആയിരിക്കും. ഫെബ്രുവരി 21, 22, 23-ാം തീയതി ആയിരിക്കും. പക്ഷെ അന്നേരം പിന്നെ പരാതി കൊടുക്കാൻ സമയമില്ല. അത് ഇങ്ങനെയുള്ള അനധികൃതമായിട്ടുള്ള വോട്ടർമാർ അതിനകത്ത് വന്ന് കയറും. അങ്ങനെയാണ് നമുക്ക് തൃശ്ശൂരും മറ്റ് സ്ഥലങ്ങളിലും ബീഹാറിലും അതുപോലെ തന്നെ കർണാടകത്തിലുണ്ടായത്. അത് ഇവിടെ ശ്രദ്ധിക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. പല കാര്യങ്ങളും, എത്രയോ ക്ഷേമ പദ്ധതിയുടെ കാര്യങ്ങൾ, ക്യാൻസർ രോഗികൾക്ക് KSRTC സൗജന്യമായി യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ, കുടിവെള്ളം വെറും 17 ലക്ഷം കുടിവെള്ളം കുടുംബങ്ങൾക്കുള്ളത് ഇപ്പം 44 ലക്ഷം. അത് ഏറ്റവും പ്രധാനമല്ല, വൈദ്യുതി, കുടിവെള്ളം, പാർപ്പിടം. അപ്പോൾ ഈ പാർപ്പിടം എന്ന് പറയുമ്പോൾ 5 ലക്ഷം പേരുടെ അടുത്ത് ഈ 5 വർഷം കൊണ്ട് 4,71,000 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഏകദേശം 3 പേര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് എത്ര പേർക്ക് ആശ്രയമായി വരുന്നത്. അപ്പൊ ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.